ഇതൊരു ബസ്സുണ്ടോ ഇപ്പോൾ? ഈ റൂട്ട് ബസ്സൊന്നും ഇല്ല. ബസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ ബസ് സ്റ്റോപ്പ്? അതിന് ബസ് സ്റ്റോപ്പ് അല്ലല്ലോ, വെയിറ്റ് ഷെഡ് അല്ലയോ? ബസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ വെയിറ്റ് ഷെഡ്? ഇതൊക്കെ ഇതെന്തൊക്കെ അറിയണം. ചേട്ടാ, നിങ്ങൾ ഈ ബൈക്ക് വന്നിട്ട് എന്തിനാ ഇവിടെ ഇറങ്ങിയിരിക്കുന്നേ? അല്ല, അത് ബൈക്ക് വന്നപ്പം ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് തോന്നി ഇറങ്ങിയിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ഷെഡിന് കൂടെ എന്താന്ന് മനസ്സിലായില്ലയോ? ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്തൊരു വീട്ടിലൊരു അത്യാഹിതം നടന്നിട്ടുണ്ട്. അത്യാഹിതോ? ഏത് വീട്ടിൽ? വീട് ഏതാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സംഭവം അറിഞ്ഞതാ. നിങ്ങളാരാ, പോലീസാ? ഏയ്, എന്നെ കണ്ട ഒരു പോലീസുകാരൻ ലുക്കുണ്ടോ? പിന്നെ ആരാ? ദൈവം. ദൈവമോ? ഏത് ദൈവം? ഒരു ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നത്. എന്നാലും ഞങ്ങളുടെ ദൈവത്തിന് പേരുണ്ട്. അങ്ങനെ പേരെടുത്ത് വിളിച്ചാലേ മറ്റൊരു ദൈവത്തിന് ഈഗോ ഉണ്ടാകത്തില്ലേ? അല്ല, ആ ചർച്ച വിട്. ബാഗിലെന്തുവാ? നിങ്ങളെന്തിനാ അതൊക്കെ അറിയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരായോ? അല്ല, വല്ലാത്തൊരു ദാഹം. കുപ്പിയും വെള്ളം വല്ലതും ഉണ്ടെന്ന് അറിയാനാ. എൻ്റെ വെള്ളമൊന്നുമില്ല. ഇവിടെ അടുത്താണ് കടകൾ പോലും ഇല്ല. പിന്നെ വലിയ ദൈവമാണെന്നല്ലേ പറഞ്ഞത്. ബാഗിനകത്ത് എന്തുവാന്ന് ദൈവത്തിന് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. പോലീസ് വരുന്നുണ്ടല്ലോ. അതിന് പോലീസുകാർ അവരെ വഴിക്ക് പോട്ടെ, അവരുടെ ഡ്യൂട്ടി അല്ലേ അവർ ചെയ്യുന്നത്. നല്ലൊരു പെണ്ണ് ഇവിടെ ഒറ്റയ്ക്ക് വയ്ക്കുന്നുണ്ട്, അവരെന്തെങ്കിലും ചോദിക്കത്തില്ലേ? ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഉണ്ടല്ലോ. ക്ഷീണം പോലെ, എന്താ പറ്റി? തല ഇറങ്ങുന്ന പോലെ. അവർ ചോദിക്കുവാണെങ്കിൽ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മതി. എന്താ ഇവിടെ ഇരിക്കുന്നത്? സാറേ, ഞങ്ങൾ കുറേ ദൂരെ യാത്ര ചെയ്ത് വരുവാണേ. ഇതൊക്കെ ഒരു ചെറിയ തലകറക്കം പോലെ. ഇവിടെ എവിടെയായി പുലിക്കാട്ടിൽ വീട്? അയ്യോ, അറിയില്ല സാറേ, ഞങ്ങൾ കുറച്ച് ദൂരമുള്ളവരാ. എന്താ സാറേ, എന്ത് പറ്റി? ആ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട്. ജയേഷ്ണ, ആ വണ്ടിയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേ. ഒന്ന് നമ്പർ പറഞ്ഞു. എൻ്റെ ഫോൺ നമ്പറോ? യെസ്. 9976. ഒന്ന് നമ്പർ സേവ് ചെയ്ത്. ശരി സാർ. ഓക്കെ സാറേ, അതെ ഈ ഭാഗത്ത് താഴെ എവിടെ വന്നു, നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കാം. ഹലോ, അവർ പോയി. ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സാധനം ഈ ബാഗിനകത്തുണ്ടല്ലേ? നിവർത്തികേട് കൊണ്ട് ചെയ്തു പോയതായിട്ട്. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പേരെടുത്ത് വിളിക്കുന്ന ഒരു ദൈവത്തിനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. സ്വർണവും പണവും അല്ലേ? രണ്ടും ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ. സാധനം എടുത്തേ. അതെ, ഇത് തിരിച്ചാ വീട്ടിൽ കൊണ്ട് കൊടുത്താലോ? ഇപ്പോൾ അങ്ങോട്ട് ചെല്ലേ, കയ്യോടെ അവന്മാർ പൊക്കിക്കൊണ്ട് പോകും. അതിനകത്തൊന്നും മിസ്സായിട്ടില്ലല്ലോ? ഇല്ല. വേണ്ട, വെള്ളം വേണ്ട, കുടിപ്പിക്കാതിരുന്നാൽ മതി. ഇപ്പം എന്തോ ചെയ്യും? പോംവഴിയുണ്ട്. ഹലോ സാറേ, മുമ്പേ വെയിറ്റ് ഷെഡ് വെച്ച് കണ്ട ആളാണേ. സാറെനിക്ക് നമ്പർ തന്നില്ലായിരുന്നോ? ആ വീട്ടിൽ നിന്ന് മോഷണം പോയ സ്വർണവും പണവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ വെയിറ്റ് ഷെഡിൻ്റെ ബെഞ്ചിനടിയിൽ ഒരു വേസ്റ്റ് ബിൻ ഇരിപ്പുണ്ട്, അതിനടിയിൽ ഇരിപ്പുണ്ട് സാധനം. എന്തോ ചേട്ടാ? ആ, അവർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തോ ചെയ്യും? സമാധാനപ്പെടേണ്ടേ, ഫോണെന്ന് വിളിച്ചേ. ഇറങ്ങിയോട്ടെ. വണ്ടി പെട്ടെന്ന് ഇവിടെ കേട്ടെ, ഇപ്പോൾ പോലീസുകാരിങ്ങെത്തും. അവരിങ്ങോട്ട് വരട്ടെ. ഓ, അപ്പം ചതിക്കുമായിരുന്നില്ലയോ? ഇല്ല സാറേ, ഒന്നും മിസ്സായിട്ടില്ല. സ്റ്റേഷനിൽ വന്നിട്ട് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തന്നിട്ട്. വേണ്ട സാർ, പരാതിയൊന്നുമില്ല. സാധനം തിരികെ കിട്ടിയല്ലോ. ഫസ്റ്റ് പിന്നെ നമുക്കായി പ്രാന്ത്. ജേഷ്ണ, വണ്ടി എടുക്കും.
ഇതാണ് ശരിക്കും ബസ് സ്റ്റോപ്പ്. തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇത് ശരിക്കും ദൈവമാണോ?